കാട്ടാനശല്യം രൂക്ഷമായ ഇടുക്കി സൂര്യനെല്ലിയിൽ നിന്ന് ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, കാട്ടാന ആക്രമണം രൂക്ഷമാവുകയാണ്. പലയിടങ്ങളിലും ഈ ശല്യം തുടർച്ചയാവുകയാണ്. പല ആളുകളുടെയും അടുക്കളപ്പുറത്ത് വരെ കാട്ടാന എത്തുന്നു, അവരുടെ കൃഷി നശിപ്പിക്കുന്നു, അവർക്ക് സ്വൈര്യമായി നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായ അവരുടെ ആശങ്കകളാണ്, ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും പൂജ, ബിയൽറാം ഉൾപ്പെടെയുള്ള മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളായി കാട്ടാനശല്യം അതിരൂക്ഷമാണ്. പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി, പക്ഷേ കാര്യമായ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി ആളുകളുടെ ജീവൻ ഈ മേഖലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ വരുന്നത് ചൂട് കാലമാണ്. സ്വാഭാവികമായും ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കാരണം പല കുന്നിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ മേഞ്ഞു നടന്ന സ്ഥലങ്ങളിലൊന്നും പുല്ലില്ലാതെയാകും. ആ സമയത്ത് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് വരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകുന്നത്, അല്ലേ? അതായത് കാട്ടാന ഇപ്പോൾ നമ്മളെ ഇരിക്കുമ്പനെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഒന്ന് രണ്ട് ആളുകളെ കൂടെ കൊന്നിട്ടുണ്ട്, മറ്റേ ആനകൾ. പക്ഷേ ഈ മേഖലയിൽ ഇപ്പോൾ കൂട്ടം വിവിധ മേഖലയിൽ തിരിഞ്ഞുകൊണ്ടാണ് കാർഷിക മേഖലയിൽ കൃഷി നാശമാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ 98% ഭൂമിയും പട്ടയഭൂമിയും. കാർഷിക മേഖല പൂർണ്ണമായും ഇവിടെ കാട്ടാനകൾ കയറി ശരിക്കും ഈ കൃഷിയെല്ലാം നശിപ്പിക്കുക. കൃഷി നശിപ്പിക്കുന്നതിന് നഷ്ടത്തിന് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നഷ്ടമൊന്നും കിട്ടാറില്ല. ഇപ്പോൾ ഒരു 8 ആന ഈ ഭാഗത്ത് മുകളിൽ നിൽപ്പുണ്ട്, അങ്ങേപ്പുറം ഒരു 6 ആന നിൽപ്പുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ വിദേശ ഫണ്ട് ഏതാണ്ട് ഒക്കെ ഉപയോഗിച്ച് ഇത് ഫെൻസിങ് നിർമ്മിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരു കോൺട്രാക്ടറെയും കൊണ്ടുവന്നു. അങ്ങനെ ചിന്നക്കനാല് പഞ്ചായത്ത് ഹാളിൽ വെച്ച് മീറ്റിംഗ് കൂടി, റേഞ്ച് ഓഫീസറും റാത്തി സംഘം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഈ പ്രാവശ്യവും സംഘം കൂടി റേഞ്ച് ഓഫീസർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ഫെൻസിങ് ഇടാം എന്നുമെല്ലാം പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ യാതൊരു ഇതുമില്ല. ഇപ്പോൾ ആന ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ RRT വിളിച്ചു. RRT വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്നു. അവരെന്തോ അത്യാവശ്യം, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, എന്തോ അത്യാവശ്യം എന്നും പറഞ്ഞു വന്ന് നേരെ അങ്ങ് പോവുകയും ചെയ്തു. ഈ RRTക്കാരുടെ കയ്യിൽ യാതൊരു സംവിധാനവും ഇല്ല. അവർ ഈ കാട്ടാനെ ഓടിക്കാൻ യാതൊരു സംവിധാനം അവരുടെ കൊടുത്തിട്ടൊന്നുമില്ല. അത് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു. ഒന്നാമത് ഇനിയിപ്പോൾ വേനൽ ടൈം ആകുമ്പോഴത്തേക്കും ആനയ്ക്ക് തീറ്റയില്ലാതെ വരും. ഈ അതായത് ഏലം, ഇപ്പോൾ കരിമ്പ് തിന്നുന്ന പോലെ ഏലം കടിച്ചു കുറച്ച് ആന തിന്നുന്നത്. കൃഷിക്കാരന് ഇവിടെ ധാരാളം നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധപ്പെടുത്തിയാലും അവരാരും ഇത് ഗവനിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് എന്തോ അണ്ടർഗ്രൗണ്ടിൽ ഒരു തീരുമാനമുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ, ഇതിൻ്റെയൊക്കെ പേരിൽ ഇവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് ഇവിടെയൊക്കെ മൃഗങ്ങളെ വളർത്താം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കാട്ടുപോത്ത്, പുലി, ഇവിടെ മാത്രമല്ല മറ്റു മേഖലയൊക്കെ നമ്മൾ വാർത്ത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ആളുകളുടെ, കർഷകരുടെ ഒരു വികാരമാണ്. ചേട്ടൻ പറഞ്ഞു, കാട്ടുപന്നിയുടെ ശല്യം കൂടുതലാണ്, ആനയുടെ ശല്യം കൂടുതലാണ്. ഇവിടെ ഒറ്റയ്ക്ക് അങ്ങോട്ടും നടന്നു പോകാൻ പറ്റില്ല. 4 മണിയായി കഴിഞ്ഞാൽ ഇവിടെ ആന ഈ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട്. പിന്നെ ഈ പാവപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പണി കഴിഞ്ഞിട്ട് ഈ സാധനം മേടിക്കാൻ പറയുന്ന നേരത്ത് വഴിയിൽ പോകുന്നപ്പോൾ ഓടിച്ച് തള്ളുക. അത് കാരണം കൊണ്ട് നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുത്ത് തരണം. എന്താ ചെയ്താലും ഇനി ആന ഇറങ്ങാതിരിക്കും? എന്ത് ചെയ്ത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, ഇവിടെ വരുന്ന മക്കൾക്കും ഇവിടെ കൃഷി ചെയ്യുന്ന മക്കൾക്കും വലിയ ശല്യമാണ്. ഈ ആന എപ്പോൾ വരും എപ്പോൾ പോകുന്നു അറിയാൻ മേല. കൂടുതൽ പുറത്ത് ഇറങ്ങാനും പറ്റുകയില്ല. അതുകൊണ്ട് ഈ ആനയുടെ ശല്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ ഈ ഗവൺമെൻറ് ഒരു പരിഹാരം ചെയ്യണം. ചേട്ടാ, എന്താ പ്രശ്നം പരിഹരിക്കാൻ എന്താ മാർഗം? നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത്? ഫെൻസിങ് മതിയോ? ഇവിടെ ഫെൻസിങ് ഇട്ടാൽ മതി. ഫെൻസിങ് ഇട്ട് മക്കൾക്ക് പാതുകാപ്പ് കൊടുത്താൽ മതി. അതാണ് ആളുകൾ പറയുന്നത്. അതായത് പല സമയത്തും പല വാഗ്ദാനങ്ങളും നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഫെൻസിങ് സ്ഥാപിക്കും എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെല്ലാം ചെയ്യാം എന്ന് പറയാറുണ്ട്. പക്ഷേ അതൊന്നും ഫലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രദേശത്തുള്ള ആളുകളുടെ പരാതി. ഇനിയിപ്പോൾ നമുക്കറിയാം, ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷവും ഈ മേഖലയിൽ പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ വരുന്ന സമയത്ത് ചൂട് കാലമാണ്. സ്വാഭാവികമായിട്ടും ഈ മലയുടെ മുകളിലുള്ള സ്ഥിരമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മേഖലയിലൊക്കെ അതില്ലാതാകും.
ഇല്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും ആനകൾ കൃഷിയിടത്തിലേക്ക് വരും. അതാണ് ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പരാതി.